ബഷീറിന് നൽകി. എന്നിട്ട് പറഞ്ഞു, എങ്ങനെയുണ്ട് ബഷീറെ മാങ്ങ? ബഷീർ പറഞ്ഞു, നല്ല രുചിയുണ്ട്. റഷീദ് മാസ്റ്റർ തന്റെ മാമ്പഴത്തിന്റെ കഥ പറഞ്ഞു തുടങ്ങി. ഞാൻ അന്ന് എന്റെ അനുജന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് കുറച്ച് കാഴ്ചകൾ കണ്ട് രസിക്കാമെന്ന് കരുതി പുറത്ത് നടക്കാൻ പോയി. അപ്പോഴാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് റോഡരികിൽ ഒരു വൃദ്ധൻ വെള്ളത്തിനായി അലയുകയാണ്. ഞാൻ ഉടൻ തന്നെ അടുത്തുള്ള വീട്ടിലേക്ക് ഓടി. അവിടെ ഒരു യുവതി പത്രം വായിക്കുകയായിരുന്നു. ആ യുവതിയോട് ഇച്ചിരി വെള്ളം ചോദിച്ചു. ആ യുവതിയുടെ പേര് അസ്മ ടീച്ചർ എന്നായിരുന്നു. അസ്മ ടീച്ചർ വെള്ളവുമായി വന്നു. ഞാൻ ആ വെള്ളം വൃദ്ധൻ നൽകി. വൃദ്ധൻ ആദ്യം തന്നെ അത് കുടിച്ചില്ല. പകരം അടുത്തുണ്ടായ ഉണങ്ങിക്കഴിഞ്ഞ മാവിൻ തൈയിലേക്കായിരുന്നു ഒഴിച്ചത്. ബാക്കി വന്ന വെള്ളം അയാൾ കുടിച്ചു. അങ്ങനെ ഒടുവിൽ അയാൾ മരിച്ചുപോയി. ഞാനും അസ്മ ടീച്ചറും തമ്മിൽ വിവാഹിതരായി. അങ്ങനെ എനിക്കുണ്ടായ മകനെ യൂസഫ് എന്ന് പേരിട്ടു. അയാൾ വെള്ളം കുടിച്ച ആ മാവിൻ തൈ ഇപ്പോൾ വളർന്നു വലുതായി. അതിലെ മാമ്പഴമാണ് ഇപ്പോൾ താങ്കളുടെ കയ്യിലുള്ളത്. പ്രകൃതിസ്നേഹത്തെ വായനക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു പുസ്തകമാണിത്. അതിനാൽ ഇത് എല്ലാവരും വായിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.